പ്രധാന മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ പോരുമുറുകുന്നു. തുടർച്ചയായ 4ാം വിജയത്തിനായി CPM സ്വതന്ത്രൻ ഡോക്ടർ KT ജലീലും ഇടതുകോട്ട തകർക്കാൻ മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയിയും ശക്തി തെളിയിക്കാൻ BJP സംസ്ഥാന കൌൺസിൽ അംഗം രവി തേലത്തുമാണ് പ്രധാനമായും മാറ്റുരയ്ക്കുന്നത്. 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയതോടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് ആവേശമേറി. തുടർച്ചയായി 3 തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച മലപ്പുറം ജില്ലയിലെ ഏക CPM പ്രതിനിധി എന്ന ഖ്യാതിയോടെയാണ് KT ജലീൽ ഇത്തവണ മത്സരിക്കുന്നത്. 4ാമതും വിജയിക്കാനായാൽ മറ്റൊരു ചരിത്ര വിജയമാകും ജലീലിന് സ്വന്തമാകുക. ഒരു വേള പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നയാളാണ് KT ജലീൽ. എന്നാൽ CPM നിർബന്ധിച്ചതോടെ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. 15 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളാണ് ജലീൽ ഉയർത്തിക്കാണിക്കുന്നത്. എന്നാൽ ഇത്രയും കാലത്തെ വികസന മുരടിപ്പാണ് UDF സ്ഥാനാർത്ഥി VS ജോയിയുടെ പ്രചാരണായുധമാകുക. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തകർച്ച മുതൽ ചമ്രവട്ടം പാർക്കിന്റെ ശോച്യാവസ്ഥ, കൂട്ടായി പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനത്തിലൊതുങ്ങൽ, ഹയർ സെക്കൻഡറിന്റെ തകർച്ച മുതൽ ചമ്രവട്ടം പാർക്കിന്റെ ശോച്യാവസ്ഥ, കൂട്ടായി പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനത്തിലൊതുങ്ങൽ, ഹയർ സെക്കൻഡറി പഠന പ്രതിസന്ധി വരെ UDF പ്രചാരണ വിഷയമാക്കും. അവസാന നിമിഷമാണ് VS ജോയിയെ തവനൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ലീഗ് നോമിനിയായ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിലിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചിരുന്നത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ജോയിക്ക് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുള്ള മതിപ്പും സ്വീകാര്യതയും മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ ജനവിഭാഗങ്ങളുമായും മികച്ച വ്യക്തിബന്ധമുള്ളതും ജോയിയുടെ അനുകൂല ഘടകമാണ്. മണ്ഡലത്തിൽ തരക്കേടില്ലാത്ത സ്വാധീനമുള്ള കാന്തപുരം വിഭാഗവുമായി പോലും മികച്ച ബന്ധം പുലർത്തുന്നയാളാണ് ജോയ്. NDA സ്ഥാനാർത്ഥിയായ രവി തേലത്ത് 3ാം തവണയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നേരത്തെ 2011 താനൂരിലും 2016 തവനൂരിലും മത്സരിച്ചിരുന്നു. നിറമരുതൂർ സ്വദേശിയായ ഇദ്ദേഹം മുൻ BJP ജില്ലാ പ്രസിഡന്റാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം നടന്ന പുനഃസംഘടനയിലാണ് സംസ്ഥാന നിർവാഹക സമിതി അംഗമായി മാറിയത്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 രൂപീകരിച്ച മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തിരൂരിലെ BJP നേതാവ് നിർമ്മല കുട്ടിക്കൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി. അന്ന് നിർമ്മലയ്ക്ക് 7,707 വോട്ടും പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ രവി തേലത്തിന് 15,801 വോട്ടുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ BDJS-ലെ രമേശായിരുന്നു NDA സ്ഥാനാർത്ഥി. 10,000-ൽ താഴെ മാത്രം വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ മണ്ഡലം BJP ഏറ്റെടുത്ത് രവി തേലത്തിന് വീണ്ടും നിയോഗിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് 18,000-ലേറെ വോട്ടുകൾ NDA മുന്നണിക്കുണ്ട്. എടപ്പാൾ, വട്ടംകുളം, പുറത്തൂർ, തവനൂർ, മംഗലം, കാലടി, തൃപ്പങ്ങോട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് തവനൂർ നിയമസഭാ മണ്ഡലം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.